വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇപ്പം അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി അമ്മൻ്റെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഉള്ളി, ഏലക്കായും ഗ്രാമ്പുമാണ് ഇടുന്നത് കേട്ടോ. അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിന് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരണം കേട്ടോ. നമ്മൾ ബ്രൗൺ ഷെയ്ഡായി വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ഒനിയൻ എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. ഒനിയൻ എടുത്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒനിയൻ എടുത്തിട്ട് ഒനിയനും പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഉണ്ടല്ലോ, പട്ടയും ഏലക്കായും അതൊക്കെ എന്ത് ചെയ്യുക എടുത്ത് മാറ്റുക. എന്നിട്ട് ഇതാ നന്നായിട്ട് ഇങ്ങനെ ആയി വരുമല്ലോ. ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്നുകൂടെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഉള്ളി കിടന്നിട്ട് ഇങ്ങനെ ഇതായിട്ട് വരികയാണ്. അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക കേട്ടോ. നമ്മൾ എന്നിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് നമ്മളിടുന്നത് ഇപ്പം കാഷ്യൂവും മുന്തിരിയുമാണ്. അതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, നന്നായിട്ട് ആ നെയ്യിലിട്ടിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാൻ, ഇങ്ങനെ വഴറ്റി കൊടുക്കാൻ. അപ്പോഴത്തേക്കും മുന്തിരിയൊക്കെ എന്താ ഏകദേശം ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വന്നിട്ടുണ്ടാവും. കാഷ്യൂവും ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ അകത്തായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം ഒന്ന് സിമ്മാക്കിയിട്ടിട്ട് അതൊക്കെ എടുത്ത് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു ഒനിയനിട്ട പ്ലേറ്റിൽ ഹാഫിലെണ്ണയായിട്ടാണ് ഇതെടുത്ത് ഇടുന്നത് കേട്ടോ. അങ്ങനെ എടുത്തിട്ട് ഈ ഒനിയൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിപ്പോൾ തക്കാളി ആയിട്ടുണ്ട്. അപ്പം ഇതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ പോർഷനിൽ കുറച്ച് ഉള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം അതിലോട്ട് എന്ത് ചെയ്യുക, കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. കുറച്ച് നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് 2 കപ്പായിട്ടാണ്, ഇത്രയും അളവിനാണ് നമ്മൾ എന്ത് ചെയ്യുക ഒഴിക്കാൻ കൊടുക്കേണ്ടത് കേട്ടോ. 2 കപ്പ്, ഇതൊരു ഏകദേശം ഒരു 3 കപ്പ് ഒഴിക്കേണ്ടി വരും. കണ്ടില്ലേ, ഈ ഒരു കപ്പിൻ്റെ അകത്തൊരു 3 കപ്പ് ഒഴിക്കണം. അപ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് പൊന്തി നല്ലതായിട്ട് വരുന്നുണ്ടോ. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. കണ്ടോ, അടിപൊളിയായിട്ട് ഇത് ഒഴിച്ചിട്ട് നല്ലോണം എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ആക്കി വെച്ചത് നാളെ വാട്ടി പിന്നെ കാഷ്യൂ ഒക്കെ എടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉള്ളിയൊന്നും എടുത്തിട്ടില്ല, അപ്പം അതിൻ്റെ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം അതാ ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ആക്കുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ബിരിയാണി റൈസ് നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് എടുക്കും. അപ്പം ബിരിയാണി റൈസ് നല്ലോണം വാഷ് ചെയ്ത് കഴിയാം. പിന്നെ നിങ്ങൾ കട്ട് ചെയ്ത് വെക്കേണ്ട കുറേ ഇതുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് റെഡി ആയി വരുമ്പോഴത്തേക്കും. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഇഞ്ചി അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം കുറച്ചൊക്കെ നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതാക്കണമല്ലോ. അപ്പോൾ ഇതുകൊണ്ടോ. ബട്ട് ഗൈസ്, എന്നെ മാത്രം ഞാനിത് കാണിക്കാത്തത്. അപ്പം ഞാനിപ്പോൾ എന്നെ കാണിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നെ കാണിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. അതിൻ്റെ ശേഷം ഇവിടെ ഇത് ഇങ്ങനെ പതച്ചുകൊണ്ടിരിക്കണം. പതച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി റൈസ് ഇടാം. ഇതൊന്ന് പതച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള, അതിൻ്റെ ശേഷം നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിക്ക് ഇത് പതച്ചിട്ട് വരുന്നുണ്ട്. പുകയൊക്കെ ഇങ്ങനെ പൊന്തിയിട്ട്
അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അത് വേഗം പതയ്ക്കാൻ കാത്ത് വെക്കണം. അത് നല്ല രീതിക്ക് പതച്ച് വരണം കേട്ടോ. ഇത് നല്ലോണം പതച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ, ഒരു 2.5 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യാം, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറഞ്ഞു പോയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇനി സാൾട്ട് ആഡ് ചെയ്യണമെന്നുള്ളൊരു നമുക്ക് കുറച്ചെടുക്കാം. അപ്പം കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് ആവുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ബിരിയാണി റൈസൊക്കെ ഒന്ന് വാഷ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ശേഷം മേലോട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗീ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗീ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിൻ്റെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഗീ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിക്സ് ചെയ്ത് നല്ലോണം നമുക്ക് ഗീ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ശേഷം നമ്മൾ നല്ലതായിട്ട് ഗീ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ശേഷം നമ്മൾ നല്ലോണം ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ റൈസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ. അതിൻ്റെ ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് വെറുതെ മിക്സ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ലെമൺ ഒരു ലെമണിൻ്റെ ഹാഫ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പിഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ ഹാഫ് എടുക്കുന്നില്ല നമ്മൾ. ഇപ്പം ഒരു ഹാഫും എടുത്തിട്ട് മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് പിഴിയുന്നുള്ളൂ കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് മിക്സ്. അപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെയായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. കണ്ടോ, ഈ ഒരു കളറായിട്ട് വരും അത്. ഓക്കെ, കണ്ടോ. പിന്നെ നമ്മൾ അതെല്ലാം ഇട്ടിട്ട് വാഷ് ചെയ്ത ബിരിയാണി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് നന്നായിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ശേഷം ബിരിയാണി റൈസ് ഇട്ടതിന് ശേഷം ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് മാത്രം ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, റൈസ് കണ്ടോ നിങ്ങൾ. റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ റൈസ് ഉണ്ടെന്ന് തോന്നത്തേ ഇല്ല ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു കളർ ഇതിൻ്റെ ഫോണിൻ്റെ അകത്തുള്ളത് ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് തോന്നുന്നത്. പക്ഷേ ഇത് ഡാർക്ക് യെല്ലോ കളറാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കളറിൻ്റെ വ്യത്യാസമുണ്ട്. എന്തായാലും ഡാർക്ക് യെല്ലോ കളറായിരിക്കും കേട്ടോ. നമ്മൾ ഇവിടെ മാത്രമല്ല നമ്മൾ ഇതിൽ മാത്രമല്ല നമ്മൾ വേറെ ഇതിലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതിലാണ് പക്ഷെ നമ്മൾ കുറേ ഉണ്ടാക്കുന്നത്. മറ്റേതിൽ നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. മറ്റേത് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു കുഞ്ഞി പാത്രത്തിലാണ് കേട്ടോ. അതുകൊണ്ട് അധികം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് കൂടുതൽ ഉണ്ടാക്കുന്നത് കണ്ടോ. ഇത് നമ്മൾ കുറേ അരി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഹാഫ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മൾ അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അത് അടച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പം കാണിക്കാത്തത്. അതായിട്ട് ശേഷം തുറക്കുള്ളൂ. അപ്പോൾ ഇവിടെ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മാങ്ങ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടായ മാങ്ങ കാണിച്ചു തരാം. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ളത് 3 മാവാണ്. അപ്പോൾ അവിടെ മൊത്തം ഇപ്പം മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ മാവ് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റത്തെ മാവിൻ്റെ അവസ്ഥ. കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡത്തെ മാവ് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മാവിൽ കണ്ട മുകളിലൊക്കെ നോക്ക്, ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ മുകളിലോട്ട് നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം മുകളിലുള്ള മാങ്ങ ഉണ്ട് നിങ്ങൾ, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പം അപ്പുറത്തുള്ള മാങ്ങയാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇപ്പം താഴോട്ട് നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതാ ശരിക്കത്തെ മാവിൻ്റെ അവസ്ഥ ഇതാണ്. കുറച്ചും കൂടെ ബാക്കോട്ട് നിന്നിട്ട് സൂം ചെയ്ത് കാണിച്ചാൽ കണ്ടോ, നോക്ക് മുകളിലത്തൊക്കെ നോക്ക്. അപ്പം അവിടെ അത് റെഡി ആകുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടു മാങ്ങ എത്രയോ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മാങ്ങ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉണ്ട്. ഇവിടെ ഞാൻ നിൽക്കുമ്പം സൂം ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ഉള്ളത് കണ്ടോ. അപ്പോൾ ഇപ്പോഴത്തെ മാവിൻ്റെ അവസ്ഥ എന്താണ്, ഇത് കണ്ടോ, ഇത്രയും മാങ്ങ ഉണ്ടായിട്ടുണ്ട് അവിടെ. കുറേ മുകളിലും ഇതിലൊക്കെ ഉണ്ട്. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് മാങ്ങ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അച്ചാറിടാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ മാങ്ങയുടെ അവസ്ഥ, ഇതാണ് ആ മാങ്ങയൊക്കെ കേട്ടോ. അതിന് ശേഷം ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി. അതാവുന്ന വരെ ഞാനിവിടെ വെറുതെ നിൽക്കണ്ടേ. അതിൻ്റെ ശേഷം എന്തേ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഇതെന്താണ് അവസ്ഥ, കുറേ ചെടി അങ്ങനെ കൃഷിയുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, മുളകൊക്കെ കണ്ടോണ്ടായത്. മാങ്ങയും മുളകൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട് ഇവിടെ. ഇവിടെ ഇപ്പോൾ ടോട്ടൽ കുറച്ച് മാവൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഏറ്റവും ഉള്ളൊരു ചെറിയ മാവാണ്, മാങ്ങ ഉണ്ടാവാത്ത മാവ് ഇതാണ്. പിന്നെ തെങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ അത്രയും പറയാൻ പറ്റും നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഒരേമാതിരി ഉണ്ടെങ്കിലും പക്ഷെ ഓരോ മാവാണ്, ഓരോ മാങ്ങയാണ്. ഇതൊക്കെത്തന്നെയാണ് സംഭവം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉള്ളി ഇട്ടേക്കാണ്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ടേക്കാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് നമ്മൾ അതിന് ശേഷം ഇതൊന്ന് നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് തരണം. ഇതേ ഇങ്ങനെ അതൊന്ന് മറച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം ചെറുതായിട്ട് അതെന്ത് ചെയ്യാം, ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനങ്ങോട്ട് നമ്മളൊന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, വെച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് പേസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പം പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാൻ ആവശ്യം നമുക്ക്. ഞാൻ അപ്പോൾ ഇത്രയും നേരം അവിടെ പോയിട്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത് ഈ അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ബിരിയാണി എടുത്ത് മാറ്റാൻ നമുക്ക്. ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ അവസ്ഥ. നല്ല രീതിക്ക് അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി നമ്മളെ നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി കേട്ടോ, ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. 5 ടൈമിന് കഴിക്കണം, അപ്പം ഞാൻ അഭിപ്രായം പറയാം. എന്നിട്ട് ബിരിയാണി ഒന്നുകൂടെ നമ്മളൊന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശേഷം ഈ മസാല നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്യണമല്ലോ. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സവാള എല്ലാം കൂടെ എന്ത് ചെയ്യുക, ഇങ്ങനെ നല്ല ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് തക്കാളി നന്നായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതാണ് മസാലയിലോട്ട് നമ്മൾ ഈ കാണുന്ന തക്കാളിയും എല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ തക്കാളി വേണ്ടത്ര, മസാലയ്ക്ക് തക്കാളി 3 തക്കാളിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. മസാലയ്ക്ക് 3 തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് ഒരു തക്കാളി ഇട്ട പാടെ തന്നെ ഞാൻ മിക്സ് ചെയ്ത് നല്ല ഇതാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള 2 തക്കാളിയും കൂടെ ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ബിരിയാണിയിലായിട്ട് ഇടാനായിട്ട് നമ്മളെ കൊറിയാണ്ടർ ഉണ്ടല്ലോ, അതാണ് നമ്മളിടുന്നത്. മല്ലിച്ചപ്പ് പറഞ്ഞ് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു സൈഡിലേക്ക് കേട്ടോ.
നമുക്ക് എവിടേക്ക് അതൊക്കെ അതിൻ്റെ ശേഷം നമ്മൾ കൊറിയാണ്ടർ ലീഫ് അമ്മ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കൊറിയാണ്ടർ ലീഫ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച എല്ലാത്തിലോട്ട് മസാലേൻ്റെ ഇതിലോട്ട് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫ് നമ്മൾ ചിക്കനും എല്ലാം കൂടെ ആയിട്ട് ബിരിയാണീൻ്റെ മുകളിലേക്ക് കുറച്ച് ഡെക്കറേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് നമുക്ക് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞങ്ങളിപ്പം ഈവനിങ് വരെ ഉണ്ടാവും. അപ്പം ഇവിടെ നിന്ന് മിക്സ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാണ്. നമ്മൾ നല്ല വൃത്തിക്കായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ശേഷം ഞാൻ കുറച്ചും കൂടെ കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല രീതിക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതപ്പത്തേക്കും നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ കാണുന്ന ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, കണ്ടോ, ഇതൊക്കെ ഒന്ന് മിക്സായിട്ട് കിട്ടണം നമുക്ക്. ഇത് ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ വയറ്റി ഇങ്ങനെ ആയിട്ടുണ്ട് ലാസ്റ്റ്, കണ്ടോ. ഇതൊക്കെ നന്നായിട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടിയും അതുമാതിരി ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മുളക് പൊടി ഇടാൻ പോവാണ് കേട്ടോ. മുളക് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം മുളക് പൊടി കൂടെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ചിക്കൻ. മസാല നോക്കിയപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അമ്മ അവിടെ ചിക്കൻ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട്, ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ കുഴച്ച് നല്ലോണം അത് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനൊക്കെ നന്നായിട്ട് അമ്മ മസാലയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതെന്ത് ചെയ്യും, ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ മിക്സ് ആക്കിയതിൽ നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ചിക്കൻ മസാല ഉള്ളവർക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. മസാല നന്നായിട്ട് ഇതിനകത്ത് നല്ല വൃത്തിയായിട്ട് വയറ്റി കൊടുത്തിട്ടുണ്ട് അമ്മ. ഈ മസാലേൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇതായിട്ട് വരും. നമുക്ക് നല്ല മണവും കാര്യങ്ങളൊക്കെ ആവും. കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇടുന്നത് മല്ലിപ്പൊടി ഇടുന്നുണ്ട് നമ്മൾ നന്നായിട്ട്. ഇങ്ങനെ ഒരു ഇതിലായിട്ട് വരും. പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് തൈരാണ്. നമുക്ക് തൈര് ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലോട്ട് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാതെ അതൊന്ന് മിക്സ് ചെയ്യുക. തൈര് ഒഴിച്ചതിന് ശേഷം ഈ പാക്ക് ഉണ്ടല്ലോ അതും എല്ലാം കൂടെ ആയിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മൾ മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പം മാങ്ങാച്ചാർ ഞാനിത് ഫുൾ വീഡിയോ ഇടും. മാങ്ങാച്ചാർ കണ്ടോ, നല്ല വൃത്തിക്ക് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്കത്ര സ്പൂണില്ല മിക്സ് ചെയ്തിട്ട് അമ്മയാണ് മിക്സ് ചെയ്യുന്നത്. അതിന് ശേഷം അമ്മ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിരിയാണി കാണിക്കുകയാണ് ഞാൻ. ബിരിയാണി ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അടിപൊളി വെച്ചിട്ടുണ്ട്. മറ്റേത് മസാല നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ബിരിയാണിയാണ് കാണിക്കുന്നത്. ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒഴിക്കുന്നത് ഇതിൻ്റെ അകത്തോട്ട് തൈരാണ്. തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തൈര് ഒഴിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ തൈര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ തൈര് ഒഴിച്ച് കൊടുക്കണം. തൈര് ഇപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
കുറച്ച് ഇതാ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ടുണ്ടോ? അങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ തൈര് റെഡി ആയിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് അച്ചാർ റെഡിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇത് കണ്ടോ, ബിരിയാണി മറ്റേ മുന്തിരിയും ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഉള്ളിയൊക്കെ ഇട്ട് നല്ല റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ തൈരിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കൊറിയാണ്ടർ ലീഫ് പിന്നെ നമ്മുടെ ബിരിയാണി തൈര് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് അതിനുശേഷം ഈ മസാല നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കടായി എടുക്കുക. കടായി എടുത്തിട്ട് നേരെ നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കും. നമുക്ക് കുറച്ച് അതിന് ശേഷം നമ്മൾ ഈ മസാലേൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടായിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. ഉണ്ടോ, എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിക്കൻ ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് കേട്ടോ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാനിട കേട്ടോ. ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട് നമ്മൾ ചിക്കൻ്റെ ഫ്രൈ ചെയ്തിട്ട്. ഇത് ഇവിടെ പൊരിച്ച് റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇവിടെ ബിരിയാണി ദമ്മിടാൻ വേണ്ടി വെച്ചേക്കുവാണേ. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ബിരിയാണി ഇവിടെ ദമ്മിടാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. മസാല റെഡി ആയിട്ടുണ്ട്. അതുമാതിരി ചിക്കൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ബിരിയാണിയും അപ്പം ബിരിയാണി മസാല തൈര് റെഡിയായി. അതുപോലെ നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ പൊരിച്ചത്. ഇത് മാങ്ങാണ്. മാങ്ങ അച്ചാറിനായിട്ട് നമുക്ക് സുർക്ക എടുക്കുന്നത്. മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതാണ് ഇന്നത്തെ ലഞ്ച്. നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം. എന്താണ് ചൂട്ട്? അമ്മനെ ഞാൻ വരുമ്പോഴൊക്കെ പരിപാടി എടുക്കും.